ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സുഹിത്രേ, ആച്ചാ ദേ വരുന്നു. അല്ല, അച്ഛൻ വേഷമൊക്കെ മാറി രാവിലെ തന്നെ ഇങ്ങോട്ടാ? ചന്ദ്രുവിനെ കാണാൻ പോവാ മോളെ. അവളെ കാണാതെ ഒരു മനസമാധാനവും ഇല്ല. എനിക്കെന്താ പറ്റിയത്? നല്ലപോലെ വേർക്കുന്നുണ്ടല്ലോ. മനസ്സിലെന്തോ ഒരു അസ്വസ്ഥത പോലെ. ഇനി ചന്ദ്രുവിന് എന്തെങ്കിലും ആപത്ത് പറ്റിയിട്ടുണ്ടാവൂ? ഒന്ന് ഫോൺ വിളിച്ചാലോ? ഈ പാതിരാത്രിക്ക് വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ട. നാളെ രാവിലെ ചന്ദ്രനെ ഒന്ന് കാണാൻ പോവാം. അതെ, അതാ നല്ലത്. ഫ്ലൈറ്റ് എപ്പോഴാ? 12-ന്. നീ ആ സ്വെറ്ററൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. ഡൽഹിയിൽ ഇപ്പൊ മൂടിഞ്ഞ തണുപ്പാ. ഓ, നിങ്ങളുടെ പാർട്ടിക്കാർക്ക് ബോധവും വിവരമൊന്നും ഇല്ലേ? ഈ കാലാവസ്ഥയിലാണോ കേന്ദ്ര കമ്മിറ്റി മീറ്റിംഗ് ഒക്കെ വെക്കുന്നത്? അല്ലെങ്കിൽ പിന്നെ തണുപ്പില്ലാത്ത ഏതെങ്കിലും ഒരു നാട്ടിൽ വെച്ചായിക്കൂടെ? എടി, ഇത് ബ്രാഞ്ച് കമ്മിറ്റിയോ മണ്ഡലം കമ്മിറ്റിയോ ഒന്നും അല്ല. 10-35 കൊല്ലമായി നീ എന്റെ കൂടെ കഴിയാൻ തുടങ്ങിയിട്ട്. ഇപ്പോഴും ബ്രാഞ്ച് ഏതാ, ബൂത്ത് ഏതാ, മണ്ഡലം കമ്മിറ്റി ഏതാന്ന് തിരിച്ചറിയാൻ പാടില്ലാത്ത നിന്നെ അല്ല എന്നെ വേണം തല്ലാൻ. കഷ്ടം. എടി, ഇത് കേന്ദ്ര കമ്മിറ്റിയാ. ഇവളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. സൂക്ഷിക്കണം. കഴിഞ്ഞ തവണത്തെ പോലെ ചുമയൊന്നും വരുത്തി വെച്ചേക്കരുത്. ഒന്നാമത് നിങ്ങൾക്ക് തണുപ്പ് അലർജിയാ. എന്നാ കുറച്ച് ഐസ്ക്രീം കഴിച്ചാലോ? കൊല്ലും ഞാൻ.
നിയമസഭാ ഇലക്ഷൻ ഇനി 8 മാസം തികച്ചില്ല. സീറ്റ് ഉറപ്പിച്ചിട്ട് വേണം വരാൻ. അതിന് കേന്ദ്ര കമ്മിറ്റിയുടെ തീരുമാനം ഒന്നും വേണ്ട. ഇവിടെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചാൽ മതി. കേന്ദ്രത്തിൽ ഒരു സീറ്റ് ഉറപ്പിക്കേ. കുടുംബത്തിൽ വേറെ ഉണ്ടല്ലോ ആളുകള്. അയ്യടാ, അവന്റെ ഒരു നാണം കണ്ടില്ലേ? നിനക്ക് വേണ്ടി അല്ല. അതെ, ഞാൻ ഏൽപ്പിച്ചിട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ? ഉണ്ടച്ചാ, എല്ലാം വളരെ കൃത്യമായിട്ട് ചെയ്യണം. കൃത്യമായി ചെയ്യാം. എടാ, പഞ്ചായത്ത് ഇലക്ഷനാ വരുന്നത്. ജയിലും കേസും ഒക്കെ ആയതുകൊണ്ട് ജഗന് മുന്നിൽ നിർത്തി കളിക്കാൻ പറ്റില്ല. നീ വേണം എല്ലാം നോക്കാൻ. ആ ശരി അച്ഛാ. അതെ, ഇത്രയും ചിരിക്കണ്ട. ഈ ചിരിയുടെ ആവശ്യമില്ല. ഇലക്ഷന് ഞങ്ങൾ ചിരിച്ചോളാം. ആവശ്യമില്ലാത്ത കുറ്റമൊക്കെ ഏറ്റെടുത്ത് ജഗൻ ജയിലിൽ പോയത് സമയദോഷം കൊണ്ടാ. അധികം വൈകാതെ ചില പരിഹാര പൂജകൾ ചെയ്യണം. ആ, ജഗന് വേണ്ടി ചേച്ചി എന്ത് പരിഹാര പൂജ വേണോ ചേച്ചി ചെയ്തു. ഇനി തൊട്ടും അവന്റെ മാത്രം സമയമായിരിക്കും. ദേ മതി, സംസാരിച്ചോണ്ട് നിന്നാലേ ഫ്ലൈറ്റ് അങ്ങ് പോവും. ഇറങ്ങാൻ നോക്ക്. ആ, എയർപോർട്ട് വരെ ഞാനും കൂടെ വരാം. വേണ്ട, നീ ഇവിടുത്തെ കാര്യങ്ങൾ മാത്രം നോക്കിയാ മതി. ആ ഫോൺ കത്താ. സ്വേ, ഞാൻ ഇറങ്ങട്ടെ. ശരി. കേട്ടല്ലോ, ഇവിടുത്തെ ഫുൾ ചാർജ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇനി ഞാൻ പറയുന്നതാണ് ഇവിടുത്തെ നിയമം. അത് അപ്പച്ചിയാണെങ്കിലും അമ്മയാണെങ്കിലും അനുസരിക്കണം. ആദ്യം അപ്പച്ചി പോയി കടുപ്പത്തിലൊരു ചായ ഇട്ടുകൊണ്ട് വാ. സോറി, ആള് മാറിപ്പോയി. അമ്മ അടുക്കളയിൽ പോയി ഒരു ചായ ഇട്ടുകൊണ്ട് വാ. അപ്പച്ചിക്ക് ഒരു വിത്തൗട്ടും. ഗോ ഗോ. ജിതേന്ദ്രക്കുറുപ്പിന്റെ ഭരണം തുടങ്ങിക്കഴിഞ്ഞു. പോടാ, അയ്യേ. അവന്റെ ഒരു ഭരണം. സുചിത്രേ, സുചിത്രേ. വരുന്നു. അല്ല, അച്ഛൻ വേഷമൊക്കെ മാറി രാവിലെ തന്നെ ഇങ്ങോട്ടാ? ചന്ദ്രുവിനെ കാണാൻ പോവാ മോളെ. അവളെ കാണാതെ ഒരു മനസമാധാനവും ഇല്ല. ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. മനോജന്റെ വീട്ടിൽ ചന്ദ്രുവിന് എന്തൊക്കെയോ അനിഷ്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്നൊരു തോന്നല്. മാനത്തെ കൊട്ട